ഉള്ളതേ ചെന്നൈക്ക് പോണ റോട്ടിലൊരു ലോറി യാർഡിലാട്ടോ. അതായത് റോഡ് സൈഡിൽ ലോറി നിർത്താൻ പറ്റുന്ന ഒരു സ്ഥലത്തുള്ളത് കേട്ടോ. ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ലോഡുകൾ കാര്യങ്ങളൊക്കെ ഉള്ള ലോറികളുണ്ട് കേട്ടോ. ജസ്റ്റ് നമുക്കൊന്നും ഇങ്ങനെ പരിചയപ്പെടാം. ഏറ്റവും ഹൈലൈറ്റ് ആക്കിയത് ഈ ഒരു ലോറിയാണ് കേട്ടോ. ഉണ്ടാക്കുകയാണെങ്കിൽ എത്ര ടയറുകളുണ്ടെന്നുള്ളത് നമുക്ക് വിശദമായിട്ട് തന്നെ പരിചയപ്പെടാം. ആയിട്ട് ലോറി തന്നെ കേട്ടോ ഇവിടെ ഉള്ളത്. ഏരിയക്ക് വരുമ്പോൾ അതിൻ്റെ MT വണ്ടിയാണ് കേട്ടോ. ഇതിൻ്റെ ടയർ എന്ന് പറയുന്നത് അധോലോകാണ്. ഈ 2 ടയർ വെച്ചിട്ട് 1 2 3 4 5 6 7 8 എണ്ണത്തിന് 2 വെച്ചിട്ട് 32 ടയർ ഒരു സൈഡിലും ആ സൈഡിൽ 32 ഉണ്ട് കേട്ടോ. ബാക്കിൽ ഇങ്ങനെ ലിവർ കാര്യങ്ങൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരുന്നുണ്ട് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെയും 32 ടയർ വരുന്നുണ്ട്. അപ്പോൾ 32 64 ടയർ ബാക്കിൽ മാത്രം വരുന്നുണ്ട് കേട്ടോ. അടിപൊളി വണ്ടി. ഇവിടെ ഇങ്ങനെ കൺട്രോൾ ചെയ്യാനുള്ള മെഷീന് കാര്യങ്ങൾ സ്വിച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒക്കെ ഫ്രണ്ടേജ് നോക്കിയിട്ടാ ഒരു എന്താ പറയുക അടിപൊളി വോൾവോൻ്റെ വണ്ടിയാണ്. ഇവിടെ 4 അപ്പുറത്ത് 4 8 2 10 ടയറാണ് ഈ ഫ്രണ്ട് ക്യാബേജിന് ഉള്ളത് കേട്ടോ, ക്യാബിനുള്ളത്. ബാക്കി പിന്നെ ബാക്കിലാണ്. ബാക്കിൽ അധ്വലോകാണ്. ഇതൊക്കെയാണ് ഈ ലോറിയിൽ കിടന്നുറങ്ങി നോക്കുകയാണെ അടിപൊളിയായിട്ട്. അത് പിന്നെ തീവണ്ടിൻ്റെ ടയർ കൊണ്ടുവരുന്ന ഒരു ലോറിട്ടാ. ഇത് വേറെ എന്തോ ഒരു ലോഡ്, ഇത് വേറെ എന്തോ ഒരു ലോഡ്. കാണുന്നത് ഗുജറാത്ത് രജിസ്ട്രേഷനിലുള്ള വണ്ടിയാണ് കേട്ടോ. ഏകദേശം ഒരേ നമ്പർ പ്ലേറ്റും കാര്യങ്ങളും ഒരേ മരത്തെ വണ്ടികൾ. അത് ഗുജറാത്ത് രജിസ്ട്രേഷനാണ്. അതിൻ്റെ ബാക്കിൽ ഗുജറാത്ത് രജിസ്ട്രേഷനാണ്. നേരത്തെ കാണിച്ച പോലെ ഇത് കിടക്കാൻ വേണ്ടിയിട്ട് ഇവർ ഇതിൻ്റെ അടിയിൽ ചെയ്തതാണ് കേട്ടോ. ഈ ഒരു പലക വെച്ചിട്ട് ഇതിൻ്റെ കൂടെ സൈക്കിള് കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അതായത് എവിടെയെങ്കിലൊക്കെ യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനൊക്കെ വേണ്ടിയിട്ട് ഇതേപോലെ നിർത്തിയിടുമ്പോഴേ ഉണ്ട് ഈ വണ്ടിയുടെ ബാക്ക് ഭാഗം കാര്യങ്ങളൊക്കെ. വേറൊരു വണ്ടി ഇവിടെ ഇതിൻ്റെ ചേസൊക്കെ നോക്കുകയാണെങ്കിൽ ഇത് നിർത്തിക്കണേ നോക്കുകയാണെങ്കിൽ വേറൊരു ഭംഗിയിൽ. ബാക്കിൽ മാത്രം കേട്ടോ ടയർ. ഇവിടെയും ടയർ സെൻറ്റർ ഭാഗം ഒഴിഞ്ഞ് കണ്ട്. വേറെന്തോ ഒരു ലോഡ് കയറ്റിയിട്ട് വരുന്ന വണ്ടിയാണ് ഈ കാണുന്നത്. ഇതൊക്കെ ഓരോ മെഷീനുകളാണ് കേട്ടോ. വേറൊരു വണ്ടി വേറെന്തോ ലോഡാണേ. ഇന്ന് വണ്ടികൾ നിർത്താൻ വേണ്ടിയിട്ടുള്ള ലൈനുകളാണ് ഈ കാണുന്നതൊക്കെ. ഇങ്ങനെ ഓരോന്നും ക്രോസ് അടിച്ച് ഒരുപാട് വണ്ടികൾ നിർത്താം. അവിടെ നിർത്തട്ടെ ഒരുപാട് വണ്ടികൾ. ആ ഒരു എൻട്രൻസിലാണ് കയറി വരേണ്ടത്. അതെട്ടോ വലിയ ട്രെയിലറുകൾ. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാലേ ഇതൊരു ലോറി യാർഡാണ്. കണ്ടില്ലേ, ഫുള്ള് വ്യത്യസ്തമായിട്ടുള്ള ലോറികൾ. ഇങ്ങനെയുള്ള ഈ ഒരു ഗ്യാപ്പിലേക്കാണ് കയറ്റിയിട്ടില്ല കേട്ടോ വണ്ടി. അങ്ങനെ നിർത്തി കഴിഞ്ഞാൽ ഒരുപാട് വണ്ടികൾ കയറ്റാം. ഈ വണ്ടികളൊക്കെ നിർത്തിക്കണത് റോങ് ആണ് കേട്ടോ. എനിക്ക് തോന്നുന്നത് ചേസ് ഇതിൻ്റെ ചിലപ്പം വലിപ്പം കൂടുതലുണ്ടാവും, അതുകൊണ്ടാവും. വേറൊരു വെറൈറ്റി വണ്ടിട്ടാ. ഇതൊക്കെ നമ്മൾ കാണലുണ്ട് റോട്ടിൽ. എന്നാലും ഇവിടെ വന്നപ്പോൾ ഒക്കെ ഒരുപാട് എണ്ണ കണ്ടപ്പോഴേ ഒരു കൗതുകം. നേരത്തെ കണ്ട അതേ ഇരുമ്പുകൾ കൊണ്ടുള്ള ലോഡാണ് ഈ പോണത്. നമ്മൾ നേരത്തെ കണ്ട ലോറി കണ്ടത്. ഇതെന്താണെന്ന് അറിയണവരുണ്ടെങ്കിൽ കമന്റിൽ അറിയിക്കേ. ഒരു വെറൈറ്റി സാധനം കേട്ടോ. എന്താണെന്ന് പെട്ടെന്നൊരു ഐഡിയ കിട്ടുന്നില്ല. റെയിൽവേ ഗാഡി കൊണ്ടുവരുന്ന ഒരു വണ്ടി കേട്ടോ. ഇതിൻ്റെ ട്രാക്ക് നിർത്തിക്കണ നോക്കുകയാണെങ്കിൽ ബെൽഡ് ചെയ്തൊരു സാധനത്തിലാണ് കേട്ടോ. എനിക്ക് തോന്നുന്നത് ഇത് ഇതിനായിട്ട് യൂസ് ചെയ്യണമെന്ന് തോന്നുന്നുണ്ട്. ഇത് 2 പീസ്, അവിടെ 2 പീസ് കേട്ടോ. ഇതൊക്കെ എന്താ സാധനം എന്നൊരു ഐഡിയ കിട്ടുന്നില്ല കേട്ടോ. ഇത്രയും വലിയ എക്യുപ്മെൻസ് ആണ്. അതേമാതിരി തന്നെ കേട്ടോ വേറെ എന്തോ ഒരു റോള്. ഇതുപോലത്തെ ലോറി സ്റ്റാൻഡുകളിൽ വന്നു കഴിഞ്ഞാൽ ടയർ മാറ്റി കൊടുക്കാനും പഞ്ചർ ഒട്ടിക്കാനും അതിനൊക്കെയുള്ള സംവിധാനങ്ങൾ ഒരുപാട് ഉണ്ടാവും കേട്ടോ. അവിടെ വലിയ നിർത്തിയിട്ട് ഫുള്ള് ചെക്ക് ചെയ്യണം. ഇപ്പോൾ കാണുന്നത് സിമെൻറ്റിൻ്റെ വണ്ടിയാണ് കേട്ടോ. സിമെൻറ്റിൻ്റെ വണ്ടികളൊക്കെ ഏകദേശം ഈ ഒരു രൂപത്തിലാണ്. എക്യുപ്മെൻസിനനുസരിച്ചുള്ള സ്റ്റിക്കറുകൾ കാര്യങ്ങളൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. വേറൊരു വണ്ടി, കുറേ ഗ്യാസും കുറ്റികളെ പോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വണ്ടികൾ വർഷാപ്പായിട്ട് ആ ഒരു ഒമ്നിയാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത്. അയാളെ ഉപജീവന മാർഗം ആ ഒരു ഒമ്നിയിലാണ്. ഈ ഒരു ലോറി യാർഡിൽ കണ്ടൊരു പ്രത്യേകത ഉണ്ട്. കണ്ടാണ് ഫസ്റ്റ് ഫ്ലോറിൽ അതൊരു പലർക്ക് കൂടിയാണ്. പച്ചക്കറിയും സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ.
അപ്പോൾ ഇതൊക്കെയാണ് ലോറി യാർഡിലെ വിശേഷങ്ങൾ കേട്ടോ. ലോറി നിർത്തിരുന്ന യാർഡിലെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടപ്പെട്ട ലോഡ് ഏതാണെന്നും ഇഷ്ടപ്പെട്ട ലോറി ഏതാണെന്നുള്ളതും കമൻറ്റിലൂടെ അറിയിക്കിട്ടാ.